भक्तिवेदान्त स्वामिन्निति नामिने। नमस्ते सारस्वते देवे गौरवाणि प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं शुगमुगादमृतद्रवसंयुतं पिबता भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयामुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। हरे कृष्ण। ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 28 ഭക്തിയുത സേവന നിർവഹണത്തിൽ കപിലന്റെ നിർദ്ദേശങ്ങൾ. ശ്ലോകം 26 മുതൽ 30 വരെ വായിക്കാം. വക്ഷോദിവാസാം ഋഷഭസ്യ മഹാവിഭൂതേ പുംസാം മനോനയന നിർവൃതി മാദധാനം കണ്ഠം ച കൗസ്തുഭമണേരതിഭൂഷണാർത്ഥം കുര്യാന്മനസ്യ കില ലോക നമസ്കൃതസ്യ. ബാഹുംശ മന്ദഗിരേ പരിവർത്തനേന നിർനിക്തബാഹൂവലയാനധിലോകപാലാൻ സഞ്ചിന്തയേദ്ദശശതാരമസഹ്യതേജ ശംഖം ച തത്കരസരോരുഹ രാജഹംസം. കൗമോദഗീം ഭഗവതോദയിതാം സ്മരേത ദിഗ്ധാമരാധിപടശോണിതകർദ്ധമേന മാലാം മധുവ്രതവരൂധഗിരോപഗുഷ്ടാം ചൈതസ്യ തത്വമമലം മണിമസ്യ കണ്ഠേ. ഭൃത്യാനുകമ്പിതധിയേഹ ഗൃഹീതമൂർത്തെ സഞ്ചിന്തയേദ്ഭഗവതോ വദനാരവിന്ദം യദ്വിസ്ഫുരാന്മകരകുണ്ടലവൽഗിതേന വിദ്യോദിതാമമലകപോലമുദാരനാസം. യക്ഷീനികേതാമലിഭിः പരിസേവ്യമാനം ഭൂത്യാ സ്വയാ കുടിലകുണ്ടലവൃന്ദജുഷ്ടം മീനദ്വയാശ്രയമതിക്ഷിപത് അബ്ജനേത്രം ധ്യായേന്മനോമയമദന്ദ്രിത ഉല്ലസദ്ഭ്രൂ. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. രമാഭായി മാതാജി വായിച്ചു. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമ്നേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ,
ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭൂയിഭാവുഗാഃ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 3 അധ്യായം 28. ഭക്തിയുത സേവന നിർവഹണത്തിൽ കപിലന്റെ നിർദ്ദേശങ്ങൾ. ശ്ലോകം 26. വക്ഷോദിവാസമൃഷഭസ്യ മഹാവിഭൂതേ പുംസാം മനോനയന നിർവൃതിം ആദദാനം കണ്ഠം ച കൗസ്തുഭമണേരതിഭൂഷണാർത്ഥം കുര്യാൻ മനസ്യഖിലലോക നമസ്കൃതസ്യ. വിവർത്തനം. അനന്തരം യോഗി മഹാലക്ഷ്മിയുടെ ഭവനമായ പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാന്റെ വക്ഷസിന്മേൽ ധ്യാനിക്കണം. ഭഗവാന്റെ വക്ഷസ് മനസ്സിന് വേണ്ടുന്ന എല്ലാ അതീന്ദ്രിയ ആനന്ദങ്ങളുടെയും നേത്രങ്ങൾക്ക് വേണ്ടുന്ന സമ്പൂർണ്ണ സംതൃപ്തിയുടെയും ഉറവിടമാകുന്നു. യോഗി പിന്നീട് സമസ്ത ലോകങ്ങളാലും ആരാധിക്കപ്പെടുന്ന ദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ കണ്ഠത്തിന്മേൽ മനസ്സ് പതിപ്പിക്കണം. ഭഗവാന്റെ കണ്ഠം അദ്ദേഹത്തിന്റെ മാറിൽ തൂങ്ങുന്ന കൗസ്തുഭരത്നത്തിന്റെ കാന്തി വർദ്ധിപ്പിക്കുന്നു. ശ്ലോകം 27. ബാഹുംശ്ച മന്ദരഗിരേ പരിവർത്തനേന നിർണിത ബാഹുവലയാനതിലോകപാലാൻ സഞ്ചിന്തയേ ദശശതാരമസഹ്യ തേജ ശംഖം ച തത്കര സരോരുഹരാജഹംസം. വിവർത്തനം. ഭൗതിക പ്രകൃതിയുടെ വിവിധ ധർമ്മങ്ങളുടെ നിയന്താക്കളായ ദേവന്മാരുടെ എല്ലാ ശക്തികളുടെയും പ്രഭവമായ ഭഗവാന്റെ ചതുർഭുജങ്ങളെ യോഗി തുടർന്ന് ധ്യാനിക്കണം. അനന്തരം യോഗി മന്ദരപർവ്വതത്തിന്റെ ചുറ്റിത്തിരിയലിൽ തേച്ചുമിനുക്കപ്പെട്ട തിളങ്ങുന്ന ആഭരണങ്ങളിൽ ഏകാഗ്ര ചിത്തനാകണം. അതോടൊപ്പം അവൻ ഭഗവാന്റെ 1000 അഴികളടങ്ങുന്നതും കണ്ണഞ്ചിപ്പിക്കുന്ന മഹാപ്രഭയുള്ളതുമായ സുദർശന ചക്രത്തെയും അദ്ദേഹത്തിന്റെ താമര പോലുള്ള കരത്തിലെ അരയന്നത്തെ പോലെ തോന്നിക്കുന്ന ശംഖിനെയും ധ്യാനിക്കണം. ശ്ലോകം 28. കൗമോദഗീം ഭഗവതോ ദൈതാം സ്മരേത ദിഗ്ധാമരാദിബടശോണിതകർദമേന മാലാ മധുവൃതവരൂദഗിരോപഗുഷ്ടാം ചൈത്യസ്യ തത്വമമലം മണിമസ്യ കണ്ഠേ. വിവർത്തനം. കൗമോദകി എന്ന നാമത്തിലുള്ള ഭഗവാന് പ്രിയങ്കരമായ അദ്ദേഹത്തിന്റെ ഗദയെ യോഗി ധ്യാനിക്കണം. എപ്പോഴും യുദ്ധം ചെയ്യുന്ന ദ്രോഹികളായ രാക്ഷസന്മാരെ തച്ചുടയ്ക്കുന്ന ഗദയിൽ അവരുടെ രക്തം പുരണ്ടിരിക്കും. ഭഗവാൻ കഴുത്തിൽ അണിഞ്ഞിട്ടുള്ള മൂളൽ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് വൻ തേനീച്ചക്കൂട്ടം ചുറ്റിപ്പറക്കുന്ന മനോഹരമായ പുഷ്പഹാരത്തെയും നിരന്തരം അദ്ദേഹത്തിന്റെ സേവനത്തിൽ നിരതരായിട്ടുള്ള പരിശുദ്ധ ഭക്തന്മാരെ പ്രതിനിധീകരിക്കുന്ന മുത്തുകൊണ്ടുള്ള കണ്ഠാഭരണത്തെയും ഒരുവൻ ധ്യാനിക്കണം. ശ്ലോകം 29. ഭൃത്യാനുകമ്പിതതിയേഹ ഗൃഹീതമൂർത്തേ സഞ്ചിന്തയേത് ഭഗവതോ വദനാരവിന്ദം യദ്സ്ഫുരൻ മകരകുണ്ടലവൽഗിതേന വിദ്യോദിതാം അമലകപോലമുദാരനാസം. വർത്തനം. യോഗി തുടർന്ന് ഭക്തരുടെ ഉത്കണ്ഠകളിൽ അനുകമ്പാർദ്രനായി അവർക്കു വേണ്ടി ഈ ലോകത്തിൽ തന്റെ വിഭിന്ന രൂപങ്ങളിൽ അവതരിക്കുന്ന ഭഗവാന്റെ മുഖാരവിന്ദം ധ്യാനിക്കണം. അദ്ദേഹത്തിന്റെ നാസിക ഔന്നത്യമുള്ളതും കവിളുകൾ സ്ഫടികാഭവും ചീങ്കണ്ണിയുടെ ആകൃതിയുള്ള കർണകുണ്ടലങ്ങളുടെ തിളക്കത്തിന്റെ ആന്തോളനത്താൽ പ്രകാശോജ്വലവുമാകുന്നു. ശ്ലോകം 30.
യശ്രീനികേതമളിബീ പരിസേവ്യമാനം ഭൂത്യാ സ്വയാ കുടിലകുന്തളവൃന്ദജുഷ്ടം മീനദ്വയാശ്രയമദീക്ഷിപദർജനേത്രം ധ്യായൻ മനോമയമദന്ദ്രിത ഉല്ലസദ്ഭ്രൂ. വിവർത്തനം. യോഗി പിന്നീട് താമര നയനങ്ങളാലും നൃത്തം ചെയ്യുന്ന കൺപുരികങ്ങളാലും ചുരുൾമുടിയാലും അലങ്കൃതമായ ഭഗവാന്റെ മനോഹരമായ മുഖം ധ്യാനിക്കണം. മൂളിപ്പറക്കുന്ന തേനീച്ചക്കൂട്ടത്താൽ ചുറ്റപ്പെട്ട ഒരു താമരയും നൃത്തം ചെയ്യുന്ന ഒരു ജോഡി മത്സ്യവും ആ മുഖ സൗന്ദര്യത്തിന് മുന്നിൽ ലജ്ജയിലാണ്ടു പോകും. ഹരേ കൃഷ്ണ. പ്രഭുജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു രമാഭായ് മാതാജി. ഹരേ കൃഷ്ണ. ഇവിടെ കപില ഭഗവാൻ ദേവഹൂതിക്ക് എങ്ങനെയാണ് ഭഗവാനെ ധ്യാനിക്കേണ്ടത്, ശുദ്ധഭക്തിയിലേക്ക് എത്തുന്നതിൻ്റെ മുന്നേ ഒരു വ്യക്തി ഭഗവാനെ ചതുർഭുജ നാരായണ രൂപത്തിൽ ധ്യാനിക്കാൻ ശ്രമിക്കണമെന്ന് ധ്യാനയോഗം വിവരിച്ചുകൊണ്ട് ഭഗവാൻ പറയുകയാണ്. ഈ ധ്യാനയോഗം മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നതിന് വേണ്ടി സഹായിക്കും. മറ്റു യുഗങ്ങളിൽ ധ്യാനമായിരുന്നു മാർഗം. ഭഗവാന്റെ രൂപത്തിനെ ധ്യാനിക്കുന്നത് കലിയുഗത്തിൽ ഈ ധ്യാനം അത്ര പോസിബിൾ അല്ല. നമ്മൾക്ക് അത്ര പെട്ടെന്ന് ധ്യാനം ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഇതേ ധ്യാനത്തിന്റെ ഫലം നമ്മൾക്ക് ശ്രവണ കീർത്തനങ്ങൾ കൊണ്ട് ലഭിക്കുമെന്നാണ് പറയുന്നത്. കലിയുഗത്തിലേക്ക് നമ്മൾക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത് ശ്രവണവും കീർത്തനവുമാണ്. ഭഗവത്ഗീത, ഭാഗവത പാരായണം, അതേപോലെ നാമജപം, അതേപോലെ കീർത്തനം. ഇതുകൊണ്ട് നമുക്ക് ധ്യാനത്തിനേക്കാൾ ഉപരിയായിട്ടുള്ള ഫലം ലഭിക്കും. അപ്പൊ ഇവിടെ ഭഗവാൻ എങ്ങനെയാണ് ഭഗവാനെ ധ്യാനിക്കേണ്ടത്, ചതുർഭുജ നാരായണ രൂപത്തിനെ എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത് എന്ന് ദേവഹൂതിക്ക് വിവരിക്കുകയാണ്. കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നമ്മൾ മനസ്സിലാക്കി ഭഗവാന്റെ പാദങ്ങളിൽ നിന്നാണ് ഭഗവാനെ ധ്യാനിക്കേണ്ടത്. ഭഗവാന്റെ ധ്യാനം ആരംഭിക്കേണ്ടത് ഭഗവാന്റെ പാദങ്ങളിൽ നിന്നാണ്. നമ്മളൊരു ക്ഷേത്രത്തിൽ ചെല്ലുന്ന സമയത്തും ആദ്യം നമ്മൾ ഭഗവാന്റെ പാദങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത്. അതിനുശേഷം ക്രമമായിട്ട് മുകളിലേക്കാണ് ധ്യാനിക്കേണ്ടത്. ആ ക്രമമായിട്ടുള്ള ധ്യാനത്തിനെ കുറിച്ച്, പാദങ്ങളിൽ നിന്ന് ആരംഭിച്ചിട്ടുള്ള ആ ധ്യാനത്തിനെ കുറിച്ച് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളത് വായിച്ചു. ഭഗവാന്റെ പാദങ്ങളെയും അതേപോലെ ഭഗവാന്റെ കണങ്കാലുകളെയും ഭഗവാന്റെ തിളങ്ങുന്ന തുടകളെയും ഭഗവാന്റെ അരക്കെട്ടിനെ ആച്ഛാദനം ചെയ്യുന്ന തിളങ്ങുന്ന പട്ടുവസ്ത്രത്തെയും ആ പട്ടുവസ്ത്രത്തിന്റെ മുകളിലുള്ള അരപ്പട്ടയെയും പിന്നീട് ഭഗവാന്റെ നാഭിയെയും ബ്രഹ്മാവിന്റെയും സകല ഗ്രഹങ്ങളുടെയും ഉറവിടമായിട്ടുള്ള ഭഗവാന്റെ നാഭീപത്മത്തിനെയും എങ്ങനെയാണ് ധ്യാനിക്കേണ്ടതെന്ന് ഭഗവാൻ പറഞ്ഞു തന്നു. ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് ഭഗവാന്റെ വക്ഷസ്സിനെ കുറിച്ചാണ്, ഭഗവാന്റെ മാറിടത്തിനെ കുറിച്ചാണ്. ആ മാറിടത്തിന്റെ പ്രത്യേകതകൾ ഇവിടെ പറയുന്നുണ്ട്. വക്ഷോദിവാസം ഋഷഭസ്യ മഹാവിഭൂതേ. ഭഗവാന്റെ വക്ഷസ്സിലാണ് മഹാലക്ഷ്മി. മഹാവിഭൂത എന്നിവിടെ പറയുന്നത് മഹാലക്ഷ്മിയെ കുറിച്ചാണ്. മഹാലക്ഷ്മിയുടെ വാസസ്ഥാനമാണ് ഭഗവാന്റെ മാറിടം എന്ന് പറയുന്നത്. നമ്മള് ലക്ഷ്മി ദേവിയെ മാത്രം ആരാധിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവിക്ക് ഒറ്റയ്ക്ക് വരാൻ താല്പര്യമില്ല. കാരണം എന്താണ്? ലക്ഷ്മി ദേവിയുടെ വാസസ്ഥാനം, ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഭഗവാന്റെ വക്ഷസ്സാണ്. ഇപ്പൊ ഭഗവാനെ ആരാധിച്ചു കഴിഞ്ഞാൽ ഭഗവാനോടൊപ്പം ലക്ഷ്മി ദേവി എപ്പോഴും ഉണ്ടായിരിക്കും, അല്ലെ? ശ്രീരാമചന്ദ്ര ഭഗവാനോടൊപ്പം എപ്പോഴും സീതാദേവി ഉള്ളതുപോലെ ഭഗവാനെ ആരാധിച്ചു കഴിഞ്ഞാൽ, ശ്രീരാമചന്ദ്ര ഭഗവാനെ ആരാധിച്ചു കഴിഞ്ഞാൽ സീതാദേവി ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതേപോലെ ഭഗവാൻ വിഷ്ണുവിനെ ആരാധിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവി സ്വാഭാവികമായിട്ടും അവിടേക്ക് വരും. അപ്പൊ ഭഗവാനെ ആരാധിക്കാതെ ലക്ഷ്മി ദേവിയെ മാത്രം ആരാധിച്ചു കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ള ഒരു മെത്തേഡല്ല എന്നാണ് പറയുന്നത്. രാവണന് പറ്റിയ ഒരു അബദ്ധം അതാണ്. ശ്രീരാമചന്ദ്ര ഭഗവാനെ ആരാധിച്ചില്ല, സീതാദേവിയെ മാത്രം സ്വന്തമാക്കാൻ ശ്രമിച്ചു. അതിന് വിപരീത ഫലമാണ് ഉണ്ടായത്.
ഭഗവാന്റെ വക്ഷസ്ഥലമാണ് ലക്ഷ്മി ദേവിയുടെ വാസസ്ഥാനം എന്നിവിടെ പറയുന്നു. അങ്ങനെയുള്ള ആ വക്ഷസ്ഥലത്തിനെ, ഭഗവാന്റെ അതീന്ദ്രിയമായിട്ടുള്ള മാറിടത്തിനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ എല്ലാവിധ സിദ്ധികളും ഒരു വ്യക്തിക്ക് ലഭിക്കുമെന്നാണ്. എല്ലാവിധ സിദ്ധികളുടെയും എല്ലാ ഭൗതിക ഐശ്വര്യങ്ങളുടെയും ഭൗതികമായിട്ടുള്ള ശക്തികളുടെയും ഒക്കെ ഉറവിടം ഭഗവാന്റെ വക്ഷസ്സാണ് എന്നിവിടെ പറയുന്നു. അതാണ് മഹാവിഭൂതെ എന്ന് പറഞ്ഞിട്ടുള്ളത്. വക്ഷോദിവാസം ഋഷഭസ്യ മഹാവിഭൂതെ പുംസാം മനോനയന നിർവൃതി മാധധാനം. ഒരു വ്യക്തിയുടെ മനസ്സിന് എല്ലാവിധ നിർവൃത്തികളും എല്ലാവിധ സന്തോഷവും നൽകുന്ന ഭഗവാന്റെ ശരീരഭാഗം ഭഗവാന്റെ വക്ഷസ്സാണെന്ന് പറയും. ഭഗവാന്റെ മാറിടം, മാറിടത്തിനെ ധ്യാനിക്കുന്നതും മനസ്സിനും കണ്ണുകൾക്കും ആനന്ദം നൽകുന്നതാണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. കണ്ഠം ച കൗസ്തുഭമണേരതിഭൂഷണാർത്ഥം കുര്യാൻ മനസ്സഖില ലോക നമസ്കൃതസ്യ. അതിനുശേഷം യോഗിമാര് ഭഗവാന്റെ കണ്ഠത്തിനെ ധ്യാനിക്കണമെന്ന് പറയുന്നു. ഭഗവാന്റെ കഴുത്തിനെ ധ്യാനിക്കണം. ആ കഴുത്തിന്റെ പ്രത്യേകത, ആ കഴുത്തിൽ മനോഹരമായിട്ടുള്ള കൗസ്തുഭമണി നമുക്ക് കാണാൻ സാധിക്കും. ആ കൗസ്തുഭമണി തിളങ്ങുന്നുണ്ട്. എങ്ങനെയാണ് കൗസ്തുഭമണി തിളങ്ങുന്നത് എന്നിവിടെ പറയുന്നു. ഭഗവാന്റെ കഴുത്തിലെ ശോഭ കൊണ്ടാണ് കൗസ്തുഭരത്നത്തിന്റെ കാന്തി വർദ്ധിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ കൗസ്തുഭരത്നം ഉള്ളത് കൊണ്ട് ഭഗവാന്റെ കഴുത്ത് അലങ്കൃതമാവുകയല്ല ചെയ്യുന്നത്. ഭഗവാന്റെ കഴുത്തിലായതുകൊണ്ട് കൗസ്തുഭമണിയുടെ മനോഹാരിത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയും. രണ്ടും പരസ്പരം മനോഹാരിത വർദ്ധിപ്പിക്കുന്നതാണ്. കൗസ്തുഭമണി ഭഗവാന്റെ കഴുത്തിന്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു. ഭഗവാന്റെ തിളങ്ങുന്ന കഴുത്ത് കൗസ്തുഭമണിയുടെ തിളക്കം വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെയുള്ള കഴുത്തിനെ യോഗിമാർ ധ്യാനിക്കണമെന്നാണ് പറയുന്നത്. അതിനുശേഷം ഭഗവാന്റെ ചതുർഭുജങ്ങളെ ധ്യാനിക്കണമെന്ന് 27ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. ബാഹൂംശമന്ദഗിരേ പരിവർത്തനേന നിർണിക്ത ബാഹു വലയാൻ അധിലോകപാലാൻ. ഭഗവാന്റെ ചതുർഭുജങ്ങളിലാണ് ലോകപാലകന്മാരായിട്ടുള്ള ദേവേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ദേവന്മാരൊക്കെ വസിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. എല്ലാ ദേവന്മാരും അധിവസിക്കുന്ന ഭഗവാന്റെ ചതുർബാഹുക്കളെ ധ്യാനിക്കണം. അപ്പൊ ദേവന്മാരുടെ ക്വാളിറ്റീസ്, ദേവന്മാരുടെ സ്വഭാവ സവിശേഷതകളെല്ലാം ലഭിക്കും ഭഗവാന്റെ കരങ്ങളെ ധ്യാനിക്കുകയാണെങ്കിൽ, ഭഗവാന്റെ ചതുർഭുജങ്ങളെ ധ്യാനിക്കുകയാണെങ്കിൽ എന്ന് പറയുന്നു. പിന്നീട് ഭഗവാൻ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളെയും ധ്യാനിക്കണം എന്ന് പറയുന്നു. ആ ആഭരണങ്ങൾ വളരെയധികം തിളക്കമുള്ളതാണ്. ഈ അടുത്ത കാലത്ത് ഭഗവാന്റെ ആഭരണങ്ങളുടെ തിളക്കം വളരെ കൂടുതലായിട്ട് വർദ്ധിച്ചതായിട്ട് പറയും. അതെങ്ങനെയാണ്? മന്ദരഗിരേ പരിവർത്തനേന. ഭഗവാൻ പാലാഴി മഥന സമയത്ത് അതിന്റെ കടകോലായി വർദ്ധിച്ച മന്ദരപർവ്വതത്തിന്റെ കീഴിൽ മന്ദരപർവ്വതത്തിനെ താങ്ങി നിർത്തുന്നതിനായിട്ട് ഭഗവാൻ കൂർമാവതാരം കൈക്കൊണ്ടിട്ടുണ്ടായിരുന്നു. ആ കൂർമാവതാര സമയത്ത് മന്ദരപർവ്വതം തിരിയുന്ന സമയത്ത് ഭഗവാന്റെ ശരീരത്തിലുള്ള ആഭരണങ്ങളുടെ തിളക്കം അത് തേച്ചു മിനുക്കുന്നത് പോലെ മന്ദരപർവ്വതം പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. ഭഗവാന്റെ ആഭരണങ്ങളെ തേച്ചു മിനുക്കുന്നത് പോലെ ഈ മന്ദരപർവ്വതം പ്രവർത്തിച്ചു എന്ന് പറയുന്നു. അപ്പൊ ഭഗവാന് ചെറിയ ഒരു സുഖമുള്ള ഒരു ചൊറിച്ചിൽ അനുഭവപ്പെട്ടു എന്നും അവിടെ പറയുന്നുണ്ട് കൂർമാവതാരത്തിന്റെ സമയത്ത്. അങ്ങനെ തേച്ചു മിനുക്കപ്പെട്ട ഭഗവാന്റെ ആഭരണങ്ങളെയും ഭക്തന്മാർ, യോഗിമാർ ധ്യാനിക്കണമെന്നാണ് പറയുന്നത്. നിർണിക്ത ബാഹു വലയാൻ അധിലോക പാലാൻ ബാഹൂംശമന്ദഗിരേ പരിവർത്തനേന സഞ്ചിന്തയെ ദശശതാരമസഹ്യതേജ. ഭഗവാന്റെ കൈകളിലുള്ള ഓരോ കൈകളിലും ഓരോ ദിവ്യമായിട്ടുള്ള ആയുധങ്ങൾ, ദിവ്യമായിട്ടുള്ള ഭഗവാൻ ഇഷ്ടപ്പെട്ട വസ്തുക്കൾ ഭഗവാൻ കൈകളിൽ ഏന്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ചക്രം, സുദർശന ചക്രത്തിനെ യോഗി ധ്യാനിക്കണമെന്നാണ് പറയുന്നത്. ആ സുദർശന ചക്രത്തിന്റെ പ്രത്യേകതകൾ ഇവിടെ പറയുന്നുണ്ട്. സഞ്ചിന്തയെ ദശശതാരം അസഹ്യതേജ. സുദർശന ചക്രത്തിന് 1000 ആരങ്ങളാണുള്ളതെന്ന് പറഞ്ഞു. 1000 കാലുകളാണ് സുദർശന ചക്രത്തിനുള്ളത്. ദശശതാരം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10, ശതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100.
ദശം ഗുണിക്കണം 100, 1000 ആരങ്ങൾ, കാലുകൾ അതിനുണ്ട് എന്ന് പറയുന്നു. മാത്രമല്ല അസഹ്യ തേജം, ആ സുദർശന ചക്രത്തിന് അസഹ്യമായിട്ടുള്ള കാന്തിയാണുള്ളത്. അതിൽ നിന്നും വളരെ ഉജ്ജ്വലമായിട്ടുള്ള പ്രകാശം പുറത്തേക്ക് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. സഞ്ചിന്തയെ ദശശതാരം അസഹ്യ തേജ, അങ്ങനെയുള്ള സുദർശന ചക്രത്തെ യോഗിമാർ ധ്യാനിക്കണം എന്ന് പറയുന്നു. ശംഖം ച തത് കരസരോരുഹ രാജഹംസം, ഭഗവാന്റെ താമര പോലുള്ള കൈകളിൽ സരോരുഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമര പോലെയുള്ള മനോഹരമായിട്ടുള്ള, ഒരു താമര വിടർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ ആ വിടർന്ന താമര പോലെയുള്ള കൈകളാണ് ഭഗവാന്റെ കൈകൾ, ഉള്ളംകൈ. ആ ഉള്ളംകൈയിലുള്ള ശംഖിനെ ധ്യാനിക്കണം എന്ന് പറയും. ആ ശംഖിന്റെ പ്രത്യേകത എന്താണ് പറയുന്നത്? ശംഖ് കണ്ടു കഴിഞ്ഞാൽ ഒരു അരയന്നം നിൽക്കുന്നത് പോലെ തോന്നുമെന്നാണ് പറയുന്നത്. വെളുത്ത അരയന്നം. സരോരുഹ രാജഹംസം, ആ രാജഹംസത്തെ പോലെ കാണപ്പെടുന്ന ഭഗവാന്റെ കയ്യിലുള്ള ശംഖിനെ ധ്യാനിക്കണം എന്ന് പറയും. പിന്നീട് ഭഗവാന്റെ ഇഷ്ടപ്പെട്ട ആയുധമായിട്ടുള്ള ഭഗവാന്റെ മറ്റൊരു കയ്യിലുള്ള, ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആയുധമായിട്ടുള്ള കൗമോദകീം ഭഗവതോ ദയിതാം സ്മരേന, ഭഗവാന്റെ കൗമോദകി എന്നു പേരായിട്ടുള്ള ഗദയെ ധ്യാനിക്കണമെന്ന് പറയുന്നു. ആ ഗദ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നു. ഭഗവാൻ അസുരന്മാരുടെ, രാക്ഷസന്മാരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് ഈ കൗമോദിക എന്ന് പറഞ്ഞിട്ടുള്ള ഗദയും എന്തിയിട്ടാണ്. അവരുടെ അഹങ്കാരത്തെയും അവരുടെ രാക്ഷസീയമായിട്ടുള്ള ശരീരത്തിനെയും ഇല്ലാതാക്കുന്നതിന് വേണ്ടി എപ്പോഴും ഭഗവാൻ കൗമോദിക എന്ന് പറയുന്ന ഗദയുമായിട്ടാണ് രാക്ഷസന്മാരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെ എപ്പോഴും രാക്ഷസന്മാരുടെ രക്തം പുരളുന്ന ആ കൗമോദികി എന്ന് പറയുന്ന ഗദയെ ഭക്തന്മാർ ധ്യാനിക്കണം, യോഗ്യമാർ ധ്യാനിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. മാലാം മധുവ്രത വരൂധഗിരോപഗുഷ്ടാം ചൈത്യസ്യ തത്വമലം മണിമസ്യ കണ്ടേ, ഭഗവാന്റെ കഴുത്തിൽ 2 തരത്തിലുള്ള മാലകൾ ഭഗവാൻ അണിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. നേരത്തെ ഭഗവാന്റെ കഴുത്തിലുള്ള രത്നത്തിനെ കുറിച്ച് പറഞ്ഞു. കൗസ്തുഭമണിയെ കുറിച്ച് പറഞ്ഞു. ആ കൗസ്തുഭമണിയെ കൂടാതെ ഭഗവാന്റെ കഴുത്തിൽ വനമാല, പുഷ്പങ്ങൾ കൊണ്ടുള്ള ഹാരമുണ്ടെന്ന് പറയുന്നു. എപ്പോഴും പുതുതായിട്ട് നിൽക്കുന്ന, ഒരിക്കലും വാടാത്ത വ്യത്യസ്തമായിട്ടുള്ള പുഷ്പങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഭഗവാന്റെ വനമാല. ആ വനമാലയുടെ പ്രത്യേകത എന്താണ്? അതിൽ നിന്നും വളരെയധികം സുഗന്ധം പുറത്തേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ധാരാളം തേനീച്ചകൾ ആ വനമാലയ്ക്ക് ചുറ്റും മൂളിപ്പറക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. മധുവ്രത വരൂധ ഗിര, ആ തേനീച്ചകളുടെ ശബ്ദം കേൾക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഭഗവാന്റെ കഴുത്തിൽ മറ്റൊരു തരത്തിലുള്ള മാലയും കൂടി ഉണ്ടെന്ന് പറയുന്നു. മുത്തുകൾ കൊണ്ടുള്ള, ശുദ്ധമായിട്ടുള്ള മുത്തുകൾ കൊണ്ടുള്ള മാലയും ഭഗവാന്റെ കഴുത്തിലുണ്ട്. തിളങ്ങുന്ന മുത്തുകൾ കൊണ്ടുള്ള മാലകൾ. ചൈത്യസ്യ തത്വമലം മണിമസ്യ കണ്ഠേ, അത് ഏതുപോലെയാണ്? ഭഗവാന്റെ ഭക്തന്മാരെ പോലെയാണെന്ന് പറയുന്നു. ഭഗവാൻ ഭക്തന്മാരെ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? ഭഗവാന്റെ മുത്തുമാലകൾ പോലെ ഭഗവാന്റെ കഴുത്തിൽ ആണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഭഗവാന്റെ ഭക്തന്മാർ. പ്രിയപ്പെട്ടവരാണ് ഭഗവാന്റെ ഭക്തന്മാർ. തന്റെ മുത്തുമാല സൂക്ഷിക്കുന്നത് പോലെയാണ് ഭഗവാൻ ഭഗവാന്റെ ഭക്തന്മാരെയും സംരക്ഷിക്കുന്നത് എന്ന് പറയും. അപ്പോൾ ആ ഭക്തന്മാരെ സൂചിപ്പിക്കുന്ന ഭഗവാന്റെ കഴുത്തിലുള്ള മുത്തുമാലകളെയും ഒരു യോഗി ധ്യാനിക്കണമെന്നാണ് പറയുന്നത്. പിന്നീട് ഭഗവാന്റെ മുഖാരവിന്ദത്തിനെ ധ്യാനിക്കണം എന്ന് പറയുന്നു. ഭൃത്യാനുകമ്പിത ധിയേഹ ഗൃഹീതമൂർത്തെ സഞ്ചിന്തയെ ഭഗവതോ വദനാരവിന്ദം. എങ്ങനെയുള്ള ഭഗവാന്റെ മുഖാരവിന്ദത്തിനെയാണ് ധ്യാനിക്കണമെന്ന് പറയുന്നത്? ഭൃത്യാനുകമ്പിത ധിയേഹ ഗൃഹീതമൂർത്തെ, ഭഗവാന്റെ ഭക്തന്മാരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങൾ സ്വീകരിക്കുന്നു. വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളിൽ ഭഗവാൻ അവതരിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാന്റെ വ്യത്യസ്ത രൂപങ്ങളിൽ അവതരിക്കുന്ന ഭഗവാന്റെ മുഖാരവിന്ദത്തിനെ ധ്യാനിക്കണമെന്നാണ് ഇവിടെ പറയുന്നത്.
സഞ്ചിന്തയേത് ഭഗവതോ വദനാരവിന്ദം. പിന്നീട് ഭഗവാന്റെ മകരകുണ്ടലങ്ങളെയും ധ്യാനിക്കണമെന്ന് പറയുന്നു. ആ മകരകുണ്ടലങ്ങളുടെ പ്രത്യേകത എന്താണ്? മകരകുണ്ടലങ്ങൾ മകര മത്സ്യത്തിന്റെ ആകൃതിയിലാണ് ഭഗവാന്റെ കർണകുണ്ടലങ്ങൾ. ഭഗവാന്റെ കർണാഭരണം മകരമത്സ്യത്തിന്റെ ആകൃതിയിലാണെന്ന് പറയുന്നു. ആ മകരമത്സ്യത്തിന്റെ ആകൃതിയിലുള്ള കർണാഭരണം വളരെയധികം തിളങ്ങുന്നതാണെന്ന് പറയും. ആ തിളങ്ങുന്ന പ്രകാശം ഭഗവാന്റെ വദനത്തിലേക്ക്, ഭഗവാന്റെ കവിൾത്തടത്തിലേക്ക് അതിന്റെ പ്രകാശം വരുന്നുണ്ടെന്ന് പറയും. ഭഗവാന്റെ കവിളുകൾ പടികം പോലെ തിളങ്ങുന്നതാണെന്ന് പറയും. കണ്ണാടി പോലെ തിളങ്ങുന്നതാണ് ഭഗവാന്റെ കവിളുകൾ. ആ കവിളുകളിൽ തട്ടി കർണാഭരണങ്ങളിൽ നിന്നുള്ള പ്രകാശം പ്രതിഫലിക്കുന്നുണ്ടെന്ന് പറയും. ഭഗവാന്റെ കർണകുണ്ടലങ്ങളിൽ നിന്ന് പ്രകാശം വന്ന് ഭഗവാന്റെ കവിളിൽ തട്ടി പ്രതിഫലിക്കുന്നുണ്ട് എന്ന് പറയും. അങ്ങനെയുള്ള ഭഗവാന്റെ കവിളുകളെയും ഭഗവാന്റെ കർണാഭരണങ്ങളെയും ധ്യാനിക്കണമെന്നാണ് പറയുന്നത്. ഭഗവാന്റെ നാസികയെ കുറിച്ച് പറയുന്നുണ്ട്. ഭഗവാന്റെ നാസിക വളരെ ഉയർന്നതാണ് എന്ന് പറയും. പതിഞ്ഞ നാസികയല്ല ഭഗവാനുള്ളത്, ഭഗവാൻ വളരെ ഉയർന്ന നാസികയാണുള്ളത്. അതേപോലെ ആ നാസികയെയും കവിളുകളെയും ധ്യാനിക്കണമെന്ന് ഭഗവാൻ ഇവിടെ പറയുന്നു. അതിനുശേഷം ഭഗവാന്റെ കണ്ണുകളെ കുറിച്ച് പറയുന്നുണ്ട്. യക്ഷീനികേതം അലിഭി പരിസേവ്യമാനം ഭൂത്യാ സ്വയം കുടിലകുന്തല വൃന്ദജുഷ്ടം മീനദ്വയാശ്രയം അതിക്ഷിപ അബ്ജനേത്രം ധ്യായേൻ മനോമയ മതന്ത്രിത ഉല്ലസഭു. ഭഗവാന്റെ കണ്ണുകൾ, ഭഗവാന്റെ പുരികങ്ങൾ, ഭഗവാന്റെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന ഭഗവാന്റെ മുടിച്ചുരുളുകൾ, ഇതിനെയെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഉപമകളോടുകൂടി ഇവിടെ വിവരിക്കുന്നുണ്ട്. ഭഗവാന്റെ മുഖാരവിന്ദത്തിനെ ഒരു താമരയോടാണ് ഉപമിച്ചിരിക്കുന്നത്. ആ താമരയിൽ തേൻ കുടിക്കാൻ വേണ്ടി വണ്ടുകൾ അല്ലെങ്കിൽ തേനീച്ചകൾ വരുന്നുണ്ട്. അതേപോലെ ഭഗവാന്റെ മുഖാരവിന്ദത്തേക്ക് വീണു കിടക്കുന്ന ഭഗവാന്റെ നെറ്റിയിലുള്ള മുടികളെ ഉപമിച്ചിരിക്കുന്നു. ഭഗവാന്റെ മുഖാരവിന്ദത്തിനെ ഒരു വിടർന്നു നിൽക്കുന്ന താമരയോടും ആ താമരയിൽ തേൻ കുടിക്കാൻ വരുന്ന വണ്ടുകളോട്, തേനീച്ചകളോട്, ഭഗവാന്റെ മുഖത്തേക്ക് വീണു കിടക്കുന്ന മുടിച്ചുരുളുകളെയും ഉപമിച്ചിരിക്കുന്നു. മാത്രമല്ല, നൃത്തം ചെയ്യുന്ന മത്സ്യങ്ങളെ പോലെയാണ് ഭഗവാന്റെ കണ്ണുകൾ എന്ന് പറയുന്നത്. നൃത്തം ചെയ്യുന്ന കണ്ണുകളെ പോലെ മനോഹരമാണ് ഭഗവാന്റെ കണ്ണുകൾ. ഭഗവാന്റെ പുരികങ്ങളും നൃത്തം ചെയ്യുന്നത് പോലെ കാണപ്പെടുമെന്ന് പറയും. അങ്ങനെയുള്ള ഭഗവാന്റെ മനോഹരമായിട്ടുള്ള മുഖത്തിനെയും മുഖാരവിന്ദത്തിനെയും യോഗിമാർ ധ്യാനിക്കണമെന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ഭഗവാന്റെ കണ്ണുകളെ കുറിച്ച് വീണ്ടും വിശദീകരിച്ച് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. ഭഗവാന്റെ മന്ദഹാസത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. ഇപ്പോൾ സമയമായിട്ടുണ്ട്, നാമം ജപിക്കാം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജലജ മാതാജി ജപിച്ചോളൂ. ഹരേ കൃഷ്ണ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവസാദി ഗൗരവ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവ